2025 മെയ് 8, അതുപോലെ 2023 ഒക്ടോബർ 7 ഈ തീയതികൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? ഈ തീയതികൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. 2025 മെയ് 8 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു. എന്നാൽ ഈ രണ്ട് ആക്രമണങ്ങൾക്കും ചില സമാനതകൾ ഉണ്ട്. ആക്രമണ രീതി പരിശോധിക്കുമ്പോൾ അതാണ് വ്യക്തമാകുന്നത്. ഇതിൽ നിന്ന് ഒരു സംശയം ഉടലെടുക്കുന്നു. പാലസ്തീനിലെ ഹമാസ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘങ്ങൾക്ക് സഹായം നൽകുന്നുണ്ടോ? പാകിസ്ഥാൻ സൈന്യത്തിന് സഹായം നൽകുന്നുണ്ടോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് സുപ്രധാന മർക്കസുകളുണ്ട്. ആ രണ്ട് സുപ്രധാന മർക്കസുകൾക്ക് പാലസ്തീനിലെ ഹമാസുമായി ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലൊരെണ്ണം ബഹാവൽപൂരിലേതാണ്, മറ്റൊന്ന് പാകിസ്ഥാനിലെ നരോവാലിലും ഉള്ളതാണ്. അവിടെയാണ് ഈ ചാവേർ ആക്രമണകാരികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. ചാവേർ ആക്രമണകാരികളുടെ ഒരു പ്രജനന കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തെയും വിശേഷിപ്പിക്കാം. നരോവലിലെ കേന്ദ്രം പാലസ്തീൻ ഹമാസ് ഗ്രൂപ്പുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. പാലസ്തീൻ ഹമാസിൻ്റെ തന്ത്രങ്ങൾ പഠിക്കാൻ ഈ മർക്കസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തലുകളുണ്ട്. 2014 ജെയ്ഷെ ഭീകരിൽ ഒരാളായ ഡോക്ടർ എന്ന രഹസ്യനാമമുള്ള ഒരു തീവ്രവാദി മുഹമ്മദ് അദ്നാൻ അലി, അയാൾ മറ്റൊരു ഗ്രൂപ്പിന് ചില പരിശീലനങ്ങൾ നൽകി. അത് തായ്ലാൻഡിൽ വെച്ചാണ് ആ പരിശീലനങ്ങൾ നൽകിയത്. പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശീലനം നൽകി. ഇതൊക്കെ ഈ ഹമാസിൻ്റെ രീതികളുമായി സാമ്യമുള്ളതാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഹമാസ് ഉപയോഗിക്കുന്ന പ്രവർത്തന രീതി വളരെ വ്യക്തമാണ്. നുഴഞ്ഞു കയറുക, അതുപോലെ പാരാഗ്ലൈഡിംഗ് നടത്തി ആക്രമണമുണ്ടാക്കുക, അതുപോലെ തുരങ്കങ്ങൾ ഉപയോഗിക്കുക. ഇത്തരം തന്ത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പാകിസ്ഥാനിലെയും തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ ഹമാസ് നേതാക്കളുമായി പതിവായി ഇടപഴകുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ഒന്നിലധികം തവണ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ഹമാസ് നേതാക്കൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ മാസം സൈനിക മേധാവി അസിം മുനീർ ഉദ്ഘാടനം ചെയ്ത പാകിസ്ഥാൻ ആർമിയുടെ ഒരു സെൻറ്ററും ഹമാസ് സംഘം നേരത്തെ സന്ദർശിച്ചതാണ്. ഇന്ത്യ വിരുദ്ധ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രചരണ പരിപാടി പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും ഫെബ്രുവരി 5 നടക്കുക. കാശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന തരത്തിലാണ് അത് ആചരിക്കുന്നത്. ഇപ്പോൾ കാശ്മീർ സോളിഡാരിറ്റി എന്ന് പറയുന്ന ആ ദിനം ഇത്തവണ ആചരിച്ചത് കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് കോൺഫറൻസ് എന്ന പേരിലാണ്. അപ്പോൾ ആ പരിപാടി രണ്ടും സംയോജിപ്പിക്കുകയാണ്. റാവൽകോട്ടിലെ ഷഹീദ് സാബിർ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി നടന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ സഹോദരൻ തൽഹ സെയ്ദ് ഈ യോഗത്തിൽ പങ്കെടുത്തു. ജെയ്ഷെ കമാൻഡർമാരായ അസ്ഖർമാൻ കശ്മീരി, അതുപോലെ മസൂദ് ഇലിയാസ് എന്നിവരും ഈ പരിപാടികളിൽ എത്തിയിരുന്നു. ഹമാസിൻ്റെ ഇറാനിലെ പ്രതിനിധി ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയും യോഗത്തിൽ പങ്കെടുത്തു. ഹമാസ് നേതാവിൻ്റെ പാക് അധീനത കാശ്മീരിലേക്കുള്ള സന്ദർശനം വളരെ ഗൗരവത്തോടുകൂടി അന്ന് എല്ലാവരും നോക്കിക്കണ്ടതാണ്. ഹമാസുമായി ബന്ധമുള്ള മറ്റ് നിരവധി പലസ്തീൻ നേതാക്കളും ഈ യോഗങ്ങളിൽ വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജമായത്ത് ഉലുമ ഇ ഇസ്ലാം എഫ് എന്ന ഒരു സംഘടന പാകിസ്ഥാനിലുണ്ട്. അതിൻ്റെ മേധാവി മൗലാന ഫസ്ലൂർ റഹ്മാനുമായും അൽ ഖദൂമി കൂടിക്കാഴ്ച നടത്തി. ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ജമ്മു കാശ്മീരിലെ ജിഹാദി പ്രചരണത്തെ പലസ്തീൻ പോരാട്ടവുമായി ബന്ധിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മെയ് 8 രാത്രിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തി. ഇന്ത്യ അത് ഫലപ്രദമായി ചെറുക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 ഇതുപോലെ ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി. ഹമാസ് നടത്തിയ ആ ആക്രമണത്തിൽ സാധാരണക്കാരായ നിരവധി പേർ മരിച്ചു. ഏതായാലും ഈ ആക്രമണങ്ങൾക്ക് ഒരു സമാന സ്വഭാവമുണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അത് എത്ര കണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം ശക്തമാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ജമ്മുവിന് മുകളിലുള്ള ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് അന്ന് ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ സമാന ശൈലിയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. അതിൽ പലപ്പോഴും ഈ വില കുറഞ്ഞ റോക്കറ്റുകൾ വിക്ഷേപിക്കുക എന്നൊരു രീതി ഹമാസിനുണ്ട്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI കഴിഞ്ഞ മാസം ഈ ഹമാസുമായി ചില ചർച്ചകൾ നടത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.
പാകിസ്ഥാനിലെ ഭീകര ഫാക്ടറിയും ഹമാസിൽ മുമ്പ് ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ തന്നെയാണ് പകർത്തുന്നത്. അതേ തന്ത്രങ്ങൾ അതേപോലെ കോപ്പിയടിച്ച് ഇവിടെയും പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് വിവരം. പുതിയ ആളുകളെ പരിശീലിപ്പിക്കുക, കുട്ടികളെ കണ്ടെത്തുക, പിന്നെ അവരെ പരിശീലിപ്പിക്കുക, അവരുടെ പരിശീലന ക്യാമ്പുകളുടെ അവസ്ഥ പോലും ഈ രണ്ടിടത്തും സമാനമാണ് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഹമാസിൻ്റെ അതേ തന്ത്രം ഇവിടെയും ഇപ്പോൾ പ്രയോഗിച്ച് തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു. അത് പകർത്തി ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നു എന്ന തരത്തിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിശകലനം ചെയ്യുന്ന വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഹമാസിൻ്റെ തലവനായ ഇസ്മയിൽ ഹനിയ പാകിസ്ഥാനിൽ നിന്ന് ആദ്യഘട്ടത്തിൽ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. 2024 ജൂലൈ 31 ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാനിൽ അത് വലിയ ദുഃഖാചരണമായാണ് അവർ ആചരിച്ചത്. ദേശീയ ദുഃഖാചരണം പോലും അവർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം കറാച്ചിയിൽ ഹമാസ് നേതാക്കൾ അൽ അക്സ മില്യൺ മാർച്ച് നടത്തി. ഇതൊക്കെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന ചില നീക്കങ്ങളാണ്. ഡോക്ടർ ഖാലിദ് അൽ ഖദൂമി പാകിസ്ഥാനെ സഹോദര രാജ്യം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 2023 ഒക്ടോബർ 7 ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേലിലേക്ക് വന്ന ഹമാസ് സംഘം ഒരു ഏകോപിത ആക്രമണമാണ് നടത്തിയത്. ആ ആക്രമണത്തിനോടൊപ്പം തന്നെ ഇസ്രയേൽ സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിച്ച് അവർ നുഴഞ്ഞു കയറുകയും ചെയ്തു. തുടർച്ചയായി റോക്കറ്റുകൾ ഒരു വശത്ത് വിക്ഷേപിക്കുക, അത് തടയുന്നതിനിടയിൽ മറ്റൊരു വഴിയിലൂടെ നുഴഞ്ഞു കയറുക, പിന്നീട് സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുക. ഏതാണ്ട് ഇതേ രീതി തന്നെയാണ് ഇവിടെയും നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും വിമാനത്താവളങ്ങൾക്ക് നേരെയുമൊക്കെ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫലപ്രദമായി ചെറുക്കാൻ BSFന് കഴിഞ്ഞു. അപ്പോൾ ഒരു വശത്തുകൂടി ആക്രമണം നടത്തുകയും മറുവശത്തുകൂടി ആളുകളെ നുഴഞ്ഞു കയറാൻ അനുവദിക്കുകയും ചെയ്ത് പിന്നീട് രാജ്യത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഹമാസിൻ്റെ രീതി, അതുപോലെ തുരങ്കങ്ങൾ സൃഷ്ടിച്ച് ഈ ആക്രമണങ്ങൾ നടത്തുക എന്ന രീതി, ഇതൊക്കെ അതേപോലെ പകർത്തുകയാണ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘങ്ങൾ. അപ്പോൾ ഹമാസുമായുള്ള ആ ബന്ധം എങ്ങനെ അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചന കൂടിയായി അത് മാറുകയാണ്.